ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെല്ലാം പല പല കമൻസുകളും ചെയ്തിട്ടുണ്ട്. എന്നാലും ഇനി ഒരു ദിവസം കൂടെ മക്കൾ ഇപ്പം തന്നെ ഭഗവാൻ അർപ്പിക്കുന്നു. ജയ ബാലു, ഷാജ രാമകൃഷ്ണൻ, രുക്മിണി മോഹൻ, ലതാ രാജു, നിർമ്മല പവിത്രൻ, ശീല, ഗീതാ നായർ, സ്മിത, വത്സല, രാധ, വിഷ്ണുപ്രിയ, ബിജി ബിജു, ദേവി, വത്സല, ശുഭകുമാരി, ഗോകുൽ, ജയ, അനിൽ. ഓരോ മക്കളുടെയും കമൻസ് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പറയാം മക്കളെ. നന്നായിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ എന്താ പറയാനാ, ഭഗവാൻ നന്നാക്കുമ്പോൾ നന്നാവട്ടെ. എനിക്ക് എല്ലാം ഞാൻ ഭഗവാൻ അർപ്പിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ആർക്കും തന്നെ ഒരു ചുണ്ടനങ്ങാൻ പോലും ഭഗവാൻ വിചാരിച്ചേ വെക്കും മക്കളെ. എന്നതൊന്നും നമ്മുടെ കഴിവല്ല. നമുക്ക് ഒരു കഴിവും ഇല്ല മക്കളെ. ഭക്തി മാത്രം മതി. കണ്ണൻ ഓടി വരും, ഹൃദയശുദ്ധി വേണം. അതാണ് നമുക്കെല്ലാവർക്കും, അത് മാത്രം മതി. വലിയ അറിവൊന്നും വേണമെന്നില്ല ഇതിന്, ഭഗവാന്റെ അനുഗ്രഹത്തിന്. എനിക്കും സന്തോഷമാണ് മക്കളെ. ഓരോരുത്തർക്ക് സന്തോഷമെല്ലാം പറയുന്നു. അപ്പോൾ ഞാനും പറയുന്നു, എനിക്കും സന്തോഷം. കഴിവ് നമുക്ക് ആർക്കും ഇല്ല, എല്ലാം ഭഗവാൻ ആണ് നോക്കുന്നത്. നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നത്. നമുക്കല്ലാതെ ഒരു കഴിവുമില്ല. അദ്ദേഹം എന്തോ നിശ്ചയിക്കുന്നു, അതാകട്ടെ. നമ്മളെല്ലാവരും കണ്ണനെ തന്നെയാണ് ഉറപ്പുവരുന്നത്. കണ്ണൻ്റെ കൈകളിലാണ് നമ്മളെല്ലാവരും. ഭഗവാൻ നാരായണൻ നമ്മളെ വഴി നടത്തട്ടെ. ഉണർത്തുപാട്ട് എനിക്കും ഇഷ്ടമാണ് മക്കളെ. ഞാനാണ് പാടിയതെങ്കിൽ എനിക്കും വളരെ ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ കണ്ണനെ ഉണർത്തുന്നൊരു പാട്ടല്ലേ. അത് ആര് പാടിയാലും, ഞാൻ പാടിയാലും മറ്റൊരാൾ പാടിയാലും എനിക്കും അത് ഇഷ്ടം തന്നെയാണ്. മക്കൾ പറയുന്നത് തന്നെ എൻ്റെ ഇഷ്ടം. അതുപോലെ ബിന്ദു പ്രദീപ്. മക്കളെ, എനിക്ക് ആരെയും വിളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക. ഞാൻ വാട്സപ്പിലാണ് ഇപ്പം വിളിക്കുന്നത്. ഈ പ്രാവശ്യം വെറുതെ കാശടച്ചു ചാർജ് ചെയ്തു. പക്ഷേ എന്തോ ഇതിന് കൂടെ ഇങ്ങനെ തകരാറുണ്ട്. അങ്ങനെ ഞാൻ വേറെ സിമ്മിൽ ഇട്ടത് പോലും. അപ്പം 2 സിമ്മിലും കൂടെ ഇങ്ങനെ കാശിടാൻ വേണ്ടി എൻ്റെ മകൾ പറഞ്ഞ് യഥാർത്ഥ സിമ്മാണ് ഇപ്പം വിളിക്കാൻ പറ്റാതിരിക്കുന്നത്. അത് ഇനി നന്നാക്കി അത് മാറിയേ പറ്റൂ. എന്നാൽ മകനെന്ന് ചോദിച്ചു, വേറൊരു സിമ്മിനകത്ത് ഇട്ട് തരട്ടെ, ഇതിനകത്ത് ഉണ്ടൊരു സിമ്മ്. ഞാൻ പറഞ്ഞു അത് ആവട്ടെ, ഇതിൻ്റെ കാലാവധി തീരട്ടെ, പിന്നെ ആവട്ടെ. അപ്പോൾ അത് ഇടുമ്പോൾ ഞാൻ മക്കൾക്ക് നമ്പർ തരാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഞ്ചലാണ് മക്കളെ, കൊല്ലം ജില്ല. സ്മിത പറഞ്ഞില്ലേ, സ്മിത ചെന്നൈയിലാണല്ലോ. സന്തോഷം. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടതല്ലാണ് എനിക്ക് വളരെ സന്തോഷം. അതാണ് ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നത്. ഭഗവാനാണല്ലോ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കമൻസുകളും ഭഗവാനിൽ അർപ്പിക്കുന്നു. എനിക്കൊന്നും, കാരണം നമ്മളൊന്നിനും ആളല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ മക്കൾ തന്നെ എൻ്റെ ഭഗവാന്റെ മക്കൾ. ഭഗവാൻ തന്നില്ലെങ്കിൽ ആരുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഭഗവാന്റെ കഴിവാണ്. നമുക്ക് ഒന്ന് അനങ്ങണമെങ്കിൽ ആ ശക്തി നമുക്ക് വേണം. അത്രയേ ഉള്ളൂ. ഭഗവാൻ ശക്തി തന്നില്ലെങ്കിലോ ഒരു അനങ്ങാനോ മിണ്ടാനോ പറ്റത്തില്ല. കഫത്തിനൊക്കെ ഇച്ചിരി കുറവുണ്ട് മക്കളെ. എല്ലാവരുടെയും കൂടെ ഞാൻ ഒന്നിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി. ശ്രീചക്രരാജ സിംഹാസനീശ്വരി
ശ്രീലളിതാംബികേ ഭുവനേശ്വരി ആഗമവേദ കലാമയരൂപിണി ആഗമവേദ കലാമയരൂപിണി അഖില ചരാചര ജനനി നാരായണി നാഗകങ്കണ നടരാജ മനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഏ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഇതിൽ പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട്. സർവ മക്കളും ഭഗവാൻ ഒന്നുപോലെ തന്നെയാണ്. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് വാമനാവതാരമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതായത് മഹാബലി പറയുന്നു, ഈ മൂവടി പ്രദേശം കൊണ്ട് ഒന്ന് നിന്ന് തിരിയാൻ പോലും പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ശങ്കിക്കേണ്ട, കൂടുതൽ തരുന്നതിന് ഒരു മടിയുമില്ല. ദീനവത്സലനാകുന്നു ഞാൻ. അതുകൊണ്ട് ദീനന്മാരോട് വാത്സല്യമുള്ളവനാണ് മഹാബലി. അങ്ങനെയുള്ളൊരു ശുദ്ധാത്മാവാണ് ഈ മഹാബലി. അതുകൊണ്ടാണ് ഇത് പോരാ, കൂടുതൽ കൊടുക്കാം, ദേശമോ എന്തായാലും രാജ്യമോ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാക്കി വായിക്കാം. ഞാൻ അറിഞ്ഞിതു പരമാർത്ഥമിന്ന് അതിന് നിൻ മനസ്സേ ശങ്കിക്കേണ്ട ദീനവത്സലനഹം. വിഷമിക്കണ്ട, നാണിക്കണ്ട. ഞാൻ ദീനന്മാർക്ക് ആശ്രയം കൊടുക്കും. ചോദിക്കുന്ന എന്തും ഞാൻ നൽകും. അതുകൊണ്ട് വിഷമിക്കണ്ട, ചോദിച്ചോളൂ. വാനസ്ഥാനയ്ക്ക് ആഗ്രഹിയാകിയ നിനക്കു ഞാൻ മേദിനി സ്ഥാനെ വേണ്ടുന്നിടത്ത് ചൊല്ലിക്കൊണ്ടാൽ കേവലമൊരു രാജ്യത്തോടെ നൽകുവനല്ലോ. പാവനാത്മനാ ഭവാൻ തത് വിഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ടു വാഴുക. തപസ്സും ചെയ്ത് ആധികളുണ്ടാകേണ്ട ഞാൻ ഉടയതു നിത്യം. അതായത് മേദിനി സ്ഥാനെ എവിടെ ഭൂമിയിൽ എവിടെ ചോദിച്ചാലും വേണ്ടുന്നിടത്ത് എവിടാന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. കേവലം ഒരു രാജ്യത്തോടെ നൽകുവനല്ലോ. പാവനാത്മന ഭവാൻ മറ്റ് വിഷയങ്ങൾ, ഈ വിഷയം അവങ്ങളുടെ വിഷയത്തെയെല്ലാം സ്വാധീനമാക്കിക്കൊണ്ട് വാഴുക. തപസ് ചെയ്യാം, മറ്റ് വിഷയങ്ങളെല്ലാം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ആദികൾ ഉണ്ടാകേണ്ട ഞാൻ ഉടയത് നിത്യം. ഞാൻ ഇവിടെ നിത്യമായിട്ട് ഉടയരായിട്ടുണ്ടല്ലോ. ദാനവനീവം പറഞ്ഞിടിനോരളവിങ്കിൽ സാനന്ദം മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു നാഥൻ. അങ്ങനെ ദാനവൻ മഹാബലി ഇത് പറഞ്ഞപ്പോൾ മന്ദസ്മിതം പൂണ്ട് ഈ വടു പറയുന്നു, നാഥൻ പറയുന്നു, ത്രൈലോക്യാധിപനായ നിന്നുടെ സൗജന്യ വാക്ക് ആലംബിച്ചേവം തന്നെ വേണമെന്നത് നൂനം. ഇത് സന്തോഷകരമായ ഒരു കാര്യമായി. ഈ 3 ലോകത്തിനും അധിപനായിരിക്കുന്ന താങ്കൾ സൗജന്യ വാക്ക് ഇങ്ങനെയുള്ള ഒരാൾ ഇത്രയെല്ലാം പറഞ്ഞ് നല്ലത് തന്നെ. ഞാൻ അതിനതിബാലൻ, ബുദ്ധിശക്തിയുമില്ല, ദീനൻ, എത്രയും തപശീലൻ, അത്യാനന്ദാത്മാ. ഞാൻ ഇതിന് യോഗ്യനല്ല. കാരണം ഞാൻ അതിനതിബാലനാണ്, ഞാനൊരു കുട്ടിയാണ്, എനിക്ക് ബുദ്ധിശക്തിയുമില്ല, ഞാൻ ദീനൻ, എത്രയും എന്നെക്കൊണ്ട് നടക്കുന്നൊരു കാര്യമേ അല്ല. എൻ്റെ ജോലി, അതായത് എനിക്കാണ് ശീലം തപസ്സാണ്, തപശീലൻ, അത്യാനന്ദാത്മാ. ഞാൻ അത്രമാത്രം ആനന്ദം അനുഭവിച്ചിരിക്കുന്ന ഒരു തപസ് ചെയ്യുന്നതാണ് എൻ്റെ ശീലം. മാനികൾ, അഖിലാർത്ഥകാമികൾ, മഹീന്ദ്രന്മാർ, മാനവേന്ദ്രന്മാർ, അവരോടിട തുടർന്നല്ലോ രാജ്യങ്ങൾ വന്നു. ന്യായം അത് രക്ഷിപ്പാനുള്ള
യോഗ്യനല്ല, അതുകൊണ്ടു രാജ്യം ആഗ്രഹമില്ല. ഇതൊക്കെ മഹീന്ദ്രന്മാർക്കാണ് ഇതൊക്കെ ആവശ്യങ്ങൾ. ഈ രാജ്യമൊക്കെ നോക്കാനെടുക്കാനും പാലിപ്പാനും അതൊക്കെ അവരെ കൊണ്ടേ നടക്കൂ. ഞാൻ അതിന് ഒട്ടും തന്നെ യോഗ്യനല്ല. അതുകൊണ്ട് എനിക്ക് രാജ്യമൊന്നും ആഗ്രഹമില്ല. ദേശങ്ങൾ പുരങ്ങളും, അതായത് ഗ്രാമങ്ങളും ദേശങ്ങൾ പുരങ്ങളും ആലയങ്ങളും വേണ്ട. കോശധാന്യ അർത്ഥങ്ങളും ആശയില്ല എനിക്കടോ. എനിക്കിതിലൊന്നും ആശയില്ല. കാനനീ തപം ചെയ്തു വാഴ്വാനായി ചെല്ലുന്നിടം പാനീയം തരികൊരു മൂവടി പ്രദേശമേ. എനിക്ക് വനത്തിൽ കാനനത്തിൽ കാട്ടിൽ തപസ് ചെയ്യാൻ വാഴ്വാൻ അതിന് മാത്രം ഒരു മൂവടി പ്രദേശം മതി. നീ എനിക്കതുകൊണ്ടു മതിയെന്നുറപ്പിച്ചു മായാവാമനൻ വചോരീതികൾ കേൾക്കായപ്പോൾ. അങ്ങനെ ഈ വടുവിൻ്റെ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ മായാവാമനൻ, അതായത് നമുക്കറിയാം ഇത് വാമനൻ യഥാർത്ഥമല്ല, മായയാണ് ഭഗവാനാണെന്ന് നമുക്കറിയാം. മായാവാമനൻ വടു യഥാർത്ഥ വടുവല്ല. അതുകൊണ്ട് ഇവിടെ അത് നീ എനിക്ക് അതുകൊണ്ട് മതിയെന്നുറപ്പിച്ചു മായാവാമനൻ വചോരീതികൾ കേൾക്കായപ്പോൾ. ദാനവ പ്രവരനും ചൊല്ലിനാൻ അതേ ഭവൻ മാനസേ കൊതിയുള്ളൂ കേവലമെന്നാകിലോ ഞാനതു തരാം, അത് പോരാ എന്നത്രേ മമ മാനസഗതി, അത് മതിയെന്നിരിക്കിലോ നീർതരാം ഭൃംഗാരകമിങ്ങെടുക്കെന്ന് ചൊല്ലും പോത്. അങ്ങനെ നിനക്കത് മതിയെങ്കിൽ, മനസ്സേ അതിനെ കൊതിയുള്ളൂ എങ്കിൽ ഞാനത് തരാം. അതായത് ഇദ്ദേഹത്തിന് മഹാബലിക്കാണെങ്കിലോ മാമ എനിക്കത് പോരാ എന്നത്രേ. കാരണം മഹാബലിക്ക് അതിൽ കൂടുതൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. മാമ എനിക്ക് മഹാബലിക്ക് അത് പോരാന്നാണ്. എന്നാൽ ഇവിടെ അത് മതിയെന്ന് പറയുന്നത് കൊണ്ട് ഞാനത് തരാം. മാനസഗതി അത് മതിയെന്നിരിക്കിലോ, അത് വാമനൻ്റെ മനസ്സിൽ അത് ആണെങ്കിൽ നീർ തരാം, ജലം തരാം. ഭൃംഗാരകം ഇങ്ങെടുക്കെന്ന് ചൊല്ലുമ്പോൾ, ഭൃംഗാരകം വെച്ചാൽ കിണ്ടി, വെള്ളം കൊടുത്താണ് ഇത് ഉറപ്പിക്കുന്നത്. അല്ലാതെ മണ്ണെടുത്ത് മൂവടി പ്രദേശം എടുത്ത് കയ്യിൽ കൊടുക്കാൻ പറ്റുകയില്ല. അതിന് കിണ്ടിയിൽ വെള്ളം എടുത്ത് ഇങ്ങനെ വാമനൻ രണ്ട് കൈ നീട്ടുമ്പോൾ അതിൽ 3 പ്രാവശ്യമായിരിക്കും മൂവടിക്ക് 3, എനിക്കത് അറിയത്തില്ല, അത് കൊടുക്കാം, ജലം കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് ചൊല്ലുമ്പോൾ അത് പറഞ്ഞപ്പോൾ ഭാർഗവൻ വേറെ വിളിച്ചു ചൊല്ലിയിടിനാൻ. ശുക്രാചാര്യര് മഹാബലിയെ വിളിച്ചു പറയുന്നു. എന്താ പറയുന്നത്? നീ ഇതെന്തിനു തുടങ്ങിയിടുന്നു ശുദ്ധാത്മനാ. അതായത് മഹാബലി ഒരു ശുദ്ധാത്മനാണ്, ദാനം കൊടുക്കുന്ന അതിഗംഭീരമായ ഒരു ശുദ്ധാത്മാവാണെന്ന് അറിയാം. ശുക്രാചാര്യർ ചോദിക്കുന്നു, നീ എന്തിനു വേണ്ടി ഒരുങ്ങുന്നു ഇത്? കാരണം അദ്ദേഹത്തിന് മനസ്സിൽ അറിയുന്നു ഇത് യഥാർത്ഥ വാമനനല്ല എന്ന്. അതുകൊണ്ട് നീ ഇത് എന്തിന് തുടങ്ങിയിടുന്നു ശുദ്ധാത്മന. മായാവൈഭവം പരമാർത്ഥമെന്നോർത്തിയിടല. ഇത് പരമാർത്ഥമല്ല, നീ അത് മനസ്സിലാക്കൂ. നീ എന്തിനു വേണ്ടി ഇത് തുടങ്ങുന്നു? മായാമാനുഷൻ ഇവൻ വാമനൻ വടുവല്ല. ഇവൻ മായാമാനുഷൻ, ഇവൻ വാമനൻ വടുവല്ല. മായാ വേഷത്തെ പരിഗ്രഹിച്ചുള്ളവനത്രേ. ഇവൻ മായ കൊണ്ട് ഈ വേഷം വന്നിരിക്കുകയാണ്, അങ്ങനെ വന്നവനാണ് ഇവൻ. കായാവിൻ മലർനിരയോട് എതിർപയശം, അതായത് കായാമ്പൂവിൻ്റെ നിറത്തിനേക്കാൾ വെല്ലുന്ന മൃദു കായ സൗഭഗത്വവും ആജാനുബാഹുക്കൾ, അതായത് ഭഗവാൻ നാരായണൻ്റെ നിറമാണ് കായാമ്പൂവിൻ നിറം. അതിനെ വെല്ലുന്ന കായാവിൻ മലർ, കായാമ്പൂവാണ് മലർ വെച്ചാൽ പൂവ്. ആ കായാവിൻ മലർ നിരയോട് എതിർ, അതിനെ വെല്ലും, അതിനേക്കാൾ ശോഭ. മൃദു കായം, അതായത് മൃദു ശരീരം, സൗഭഗത്വവും ആജാനുബാഹുക്കളും വലിയ കൈകളും ഈ ഇത്രമാത്രം സുന്ദരമായ ഈ കായാമ്പൂനെ വെല്ലുന്ന ശോഭയും ഇതെല്ലാം കണ്ടാൽ സാരസതലായുധലോചനാപാംഗങ്ങളും സ്മേരസുന്ദര ലളിതാനന വിലാസവും. ഇത് ഈ സുന്ദരമായിരിക്കുന്ന ലളിതാ ആനനം, അങ്ങനത്തെ നല്ല സുന്ദരമായ മുഖവും വിലാസവും. ഗ്രീവാശോഭയും, കഴുത്തിൻ്റെ ശോഭയും. ഗ്രീവ കഴുത്ത്, ഈ കഴുത്തിൻ്റെ ശോഭയും മലർ മാനിനി വിലാസവും ഈ വണ്ണം കാണുവാനുണ്ടോ കേവലം മറ്റാർക്കെങ്കിലും ഇങ്ങനെ കാണുവാനുണ്ടോ? ഇതൊരു പ്രത്യേക ഭംഗി സൗന്ദര്യമല്ലേ? കായാമ്പൂർ നിറം ആർക്കാ ഉള്ളത്? ഈ അത് കഴുത്തിൻ്റെ ശോഭ, സുന്ദര ലളിതാനന മുഖം, ഇതെല്ലാം ഒന്ന് നോക്കൂ. ഇത് മറ്റാർക്കെങ്കിലും ഉണ്ടോ? ശുക്രാചാര്യർ ഇതെല്ലാം ചോദിക്കുന്നു. മാധവനിവൻ വടുരൂപിയായി വന്നാനെന്ന് ബോധമറ്റുണർന്നറിഞ്ഞിടണം ഭവാനിപ്പോൾ. ഇവൻ മറ്റാർക്കെങ്കിലും ഇങ്ങനെ ഒരു ശരീരം, ഇങ്ങനെ ശോഭ ആർക്കെങ്കിലും ഉണ്ടോ? ഇവൻ മാധവനാണ്. ഇവൻ അത് ഭഗവാൻ നാരായണൻ, കൃഷ്ണൻ, അതായത്
ഭഗവാൻ മഹാവിഷ്ണു നാരായണനാണ് വടുരൂപിയായി വന്നാനെന്ന്. ഇവൻ വടുരൂപിയായിട്ട് മായ കാട്ടി വന്നു. ഇത് നീ ബോധം മറ്റ് ഉണർന്നറിഞ്ഞ നീ അത് മനസ്സിലാക്കൂ. നിന്റെ ബോധം ഒന്ന് ഉദിക്കട്ടെ, അറിഞ്ഞ് തെളിയട്ടെ. അങ്ങനെ ബോധം ഉറ്റ് ഉണർന്ന് അറിഞ്ഞിടണം ഭവാൻ. ഇപ്പോൾ മഹാബലി ഒന്ന് ചിന്തിച്ച് നോക്കൂ, ബുദ്ധി കൊണ്ട് നോക്കൂ, ഇതെല്ലാം ശരിയല്ലേ? ആജാന ബാഹുവല്ലേ, കൈകൾ എത്രയും വലിപ്പമുള്ള കൈകളും ശോഭയേറിയ മുഖങ്ങളും മൃദു കായാമ്പൂവിൻ്റെ നിറമുള്ള മൃദു കായം ശരീരവും എന്താ സൗഭഗ സുന്ദരമായിരിക്കുന്നതിൽ നോക്കുമ്പോൾ ബുദ്ധി കൊണ്ടൊന്ന് തെളിഞ്ഞ് ഉണർന്ന് നോക്കൂ. ഞാനിതിനൊരു രഹസ്യോക്തിയും നടേ തന്നെ ദാനവ പ്രഭോ, കേട്ടിട്ടുണ്ട്, അതും കേൾക്കണം നീ. ഞാനൊരു രഹസ്യവും ഞാൻ കേട്ടിട്ടുണ്ട്. ശുക്രാചാര്യർ പറഞ്ഞു, ഞാനൊരു രഹസ്യവും ഇതിനു മുൻപേ ഞാൻ കേട്ടു ദാനവ പ്രഭോ, അത് നീ കേൾക്കണം, ഞാൻ പറയാം. താനഹോ ദേവേന്ദ്രനെ വെന്നിഹ ജഗത്രയം സാനന്ദം നിനക്കടക്കിയിടുന്ന കാലത്തിങ്കൽ. ഈ ജഗത്രയം മൊത്തവും ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് ഈ മഹാബലി ഈ ജഗത്രയം മൊത്തവും കൈയടക്കി. അപ്പോൾ കശ്യപഗൃഹത്തിങ്കിൽ അതിഥി തനയനായി, അതായത് ഈ അതിഥിയുടെ മകനായിട്ട് ആര് വരും? കാശ്യപീ വരൻ വടുവാമന വേഷത്താലേ. അപ്പോൾ ഭഗവാൻ നാരായണൻ അവിടെ ഇവർ അതിഥി എത്ര 12 ദിവസത്തെ ദ്വാദശ വ്രതം, ആ വ്രതം പിടിക്കുമ്പോൾ കശ്യപൻ പറഞ്ഞു കൊടുത്തനുസരിച്ച് പിടിച്ചപ്പോൾ ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വരം ചോദിച്ചപ്പോൾ പറഞ്ഞെന്തുവാ, ഭഗവാൻ തന്നെ എൻ്റെ ഉദരത്തിൽ വന്ന് അവതരിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ്റെ അതായത് ദേവലോകവും ഈ ത്രിലോകങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ മകന് കൊടുക്കണം. അതിനുവേണ്ടി ഭഗവാൻ തന്നെ അവതരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചനുസരിച്ച് വന്ന രഹസ്യങ്ങൾ, ആ ശ്രുതി അതിവിടെ ഈ ശുക്രാചാര്യർ അറിഞ്ഞതാണ് ഒരു രഹസ്യം എന്ന് പറഞ്ഞത്. കശ്യപഗൃഹത്തിങ്കിൽ അതിഥി തനയനായി, അതായത് അതിഥിയുടെ മകനായി കാശ്യപീ വരൻ വാമന വേഷത്താലേ ജാതനായി ജഗത്രയം നിന്നോട് വാങ്ങി പുരുഹജ ഈ ഇന്ദ്രന്, അതായത് ജാതനാകുന്ന ഭഗവാൻ നാരായണൻ വടുരൂപിയായി വന്ന് ജഗത്രയം ഈ പിടിച്ചടക്കിയ ജഗത്രയം മൊത്തവും അതായത് വാമനൻ മഹാബലിയുടെ കയ്യിൽ നിന്ന് വാങ്ങി പുരുഹൂതന് കൊടുപ്പാനുണ്ട് ആരംഭിച്ചിരിക്കുന്നു എന്നൊരു ശ്രുതി അവിടെയൊക്കെ പരന്നു. ചിലരൊക്കെ അറിഞ്ഞു, അത് ശുക്രാചാര്യ ചെവിയിലും എത്തി ആ രഹസ്യം. ഇത് മഹാബലി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പുരുഹൂതന്, അതാ പുരുഹൂതൻ വെച്ചാൽ ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഇതെല്ലാം തിരിച്ചു പിടിച്ച് കൊടുക്കണം എന്നുള്ള ആണ് ഇവിടുത്തെ രഹസ്യം. അത് കൊടുപ്പാനുണ്ട് ആരംഭിച്ചിരിക്കുന്നു കേവലം ഏവം ജനശ്രുതികൾ അതും ഇതും. അപ്പോൾ അന്ന് പറഞ്ഞ ഈ ശ്രുതി, ഈ സംസാര വിഷയം, അതാണ് അന്ന് അറിഞ്ഞ ജനശ്രുതികൾ അതും ഇതും. അപ്പോൾ അന്ന് പറഞ്ഞത് അത്. ഇതെന്താണ് ഇപ്പോൾ വാമനനായിട്ട് വന്നത്. അന്ന് പറഞ്ഞത് വടു വാമന വേഷത്തിൽ വരുമെന്നുള്ള ശ്രുതി കേട്ടു അന്ന്. അപ്പോൾ ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താണ്? വടുവാമന രൂപത്തിൽ വന്നു, മൂവടി ചോദിക്കുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ രഹസ്യവും ഇന്ന് വന്ന് അനുഭവിക്കുന്നവർ നോക്കുമ്പോൾ അതും ഇതും അതാണ് ഇവിടെ പറയുന്നത്. കേവലമേവ ജനശ്രുതി, അന്ന് പറഞ്ഞ ശ്രുതി രഹസ്യം അതും ഇതും. അപ്പോൾ അന്ന് പറഞ്ഞതും ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നു. വാമനൻ വടു രൂപത്തിൽ വന്നു, അപ്പോൾ രണ്ടും ഒത്തിരിക്കുന്നു. അതാണ് പറയുന്നത്. അന്ന് കേട്ട ശ്രുതിയും, കാരണം അതിഥി തനയനായി വാമന വേഷത്തിൽ അവതരിക്കുമെന്നും ഇന്നിവിടെ വാമനായി വന്നതെന്നും കൂടെ രണ്ടുണ്ടായപ്പോൾ അത് ശരിക്കും ഒത്തിരിക്കുന്നു. അതുകൊണ്ട് കേവലമേവം ജനശ്രുതികൾ അതും ഇതും ദേവാരേ പുനരൊന്നായി ചേർന്ന് വന്നിരിക്കുന്നു. ദേവാ അരേ, അത് ദേവന്മാരുടെ അരിയാകുന്നു മഹാബലി, ശത്രു. അതാണ് ദേവാരേ, ദേവന്മാരുടെ അരി, അത് ദേവന്മാരുടെ ശത്രുവാണ് മഹാബലി. ദേവാരേ ഒന്നായി ചേർന്ന്, ഇത് രണ്ടും കൂടെ അന്ന് കേട്ടതും ഇന്ന് സംഭവിച്ചതും ഒന്നായി വന്നിരിക്കുന്നു. നീ ഇവയെല്ലാം വിചാരിച്ചു കൊണ്ട് ഇവിടെ ഇക്കാര്യം ആവോളം വിചാരിച്ച് ചെയ്യണം പ്രഭു. അതുകൊണ്ട് നീ ഇവയൊക്കെ മനസ്സിൽ നല്ലവണ്ണം ചിന്തിച്ചിട്ട് വേണം ഈ കാര്യം ആവോളം നീ വിചാരിക്കണം. ഈ മൂവടി, അതായത് ഈ നീര്, ഈ ജലം കൊടുക്കണമോ എന്ന് നീ തീരുമാനിക്കൂ. അതാണ് വിചാരിച്ച് ചെയ്യണം പ്രഭു. മൂവടിക്ക് അവനി, അതായത് മൂവടിക്ക് അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, മൂവടി ഭൂമി. നീ നീർ കൊടുത്തിടുന്നാകിൽ മൂവടി ജഗത്രയം അടക്കി അളന്നു പോവും. നീ മൂവടി പ്രദേശത്തിന് വേണ്ടി ഭൂമിക്ക്, അത് മൂവടി പ്രദേശമല്ല, മൂവടി ഭൂമിക്ക് വേണ്ടി അവനി എന്ന് അവിടെ കിടക്കുന്ന അവനി, മൂവടി അവനി, മൂവടിക്ക് അവനി. നീ നീർ കൊടുത്തിടുന്നാകിൽ, അപ്പോൾ നീർ കൊടുത്താണ് ഇവിടെ വാക്ക് പാലിക്കുന്നത്. അങ്ങനെ നീ കൊടുത്തിടുന്നാകിൽ ഈ വാമനൻ മൂവടി ജഗത്രയം അടക്കി അളന്നു പോകും.
അത് ശുക്രാചാര്യർക്ക് മനസ്സിലായി. ഇവിടെ ഇത് ഭഗവാൻ നാരായണനാണെന്ന് മനസ്സിലായി. അപ്പോഴെന്ത് വരും? മൂവടി ഭൂമിക്ക് നീ നീറ് കൊടുത്താൽ ഈ ജഗത്രയം, ഈ ത്രിലോകം മൊത്തവും ഈ വാമനൻ അളന്നു പോകും. അതാണ് മൂവടി ജഗത്രയം അടക്കി അളന്നു പോവും. ചേതസി ഭവാൻ അറിഞ്ഞില്ലെങ്കിൽ ചൊല്ലിത്തരാം, നീ തെളിഞ്ഞറിഞ്ഞ് ഉണർന്ന് എന്നോട് നിയോഗത്താൽ, ഞാൻ പറയുന്ന എൻ്റെ നിയോഗത്താൽ നീ പാലിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. അതുകൊണ്ട് ഭവാൻ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നു ചൊല്ലിത്തരാം. നീ തെളിഞ്ഞറിഞ്ഞ് ഉണർന്ന് എന്നോട് നിയോഗത്താൽ വാമനൻ തന്നോട് അടുത്ത് അങ്ങനെ ഒരു ദിനം വാമനോട് നീ പറയൂ, അടുത്തൊരു ദിവസം വരാൻ. അതാണ് വാമനൻ തന്നോട് അടുത്ത് അങ്ങനെ ഒരു ദിനം താമസമൊഴിഞ്ഞു വന്നിടുവാൻ പറഞ്ഞുടൻ പോയാലും ഇപ്പോഴെന്നങ്ങ് ആദരിച്ചയച്ചാലും നീ ഇപ്പോൾ വേറൊരു ദിവസം താമസിക്കാതെ മറ്റൊരു ദിവസം വരാൻ പറഞ്ഞു വിടൂ. സന്തോഷമായിട്ട് ആദരിച്ച് തന്നെ പറഞ്ഞു വിട്ടോളൂ. ദേഷിച്ചല്ല, സന്തോഷമായിട്ടും ആദരവോട് പറഞ്ഞയക്കൂ. പിന്നെ ഇനിയൊരു ദിവസം വരൂ, ഇപ്പോൾ പോയി വാ എന്ന് പറഞ്ഞു വിടൂ. നീ യഥാമതം കൊടുത്ത ആനന്ദ സമനിത, നീ അത് ഈ പറഞ്ഞത് അതുപോലെ നീ ചെയ്യൂ. ആനന്ദ സമനിതമായിട്ട് നീ പറഞ്ഞു വിടൂ. ന്യായമായി പറഞ്ഞത് പേരുമേ തരാമെന്ന് മായമെന്നേ ചൊന്നത് എങ്ങനെ മറച്ചിനി ഞാൻ അവനോട് പറഞ്ഞിടുന്നത് എന്നല്ലല്ലേ. അതുകൊണ്ട് ന്യായമായി നീ കൊടുക്കാമെന്ന് പറഞ്ഞത്, കൊടുക്കാമെന്ന് നീ പറഞ്ഞത് മായമെന്നേ കളവല്ലാതെ ആയതുകൊണ്ട് ചൊന്നത് എങ്ങനെ മറച്ചിനി ഞാൻ അവനോട് പറഞ്ഞിടും, ഞാൻ എങ്ങനെ പോയി വരാൻ പറയും? ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ വാക്കല്ലേ, അത് എങ്ങനെ ഞാൻ മറിച്ച് പറയും എന്നങ്ങനെ ഓർക്കുന്നെങ്കിൽ അതിന് പോംവഴി പറഞ്ഞു കൊടുക്കുന്നു മഹാബലി. അങ്ങനെ നീ ചിന്തിക്കണ്ട, അങ്ങനെയൊക്കെ പലതും പറയത്തില്ലയോ, അതാണ് ഇനി പറയാൻ പോകുന്നത്. നിനക്കത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാത്തതിൽ വിഷമം വേണ്ട. മനസ്സേ വിചാരമെന്നാ ഇത് ഭവാൻ, ഇപ്പോൾ അങ്ങനെ നിൻ്റെ മനസ്സിൽ വിചാരമുണ്ടെങ്കിൽ കേൾക്കൂ. കേളത് പോരും പിഴയല്ല തങ്ങളിൽ ചേർന്ന് കേളികൾ ചൊല്ലുമ്പോഴും. അതായത് എന്തെങ്കിലും ഒരു പിന്നെ സ്ത്രീകളൊക്കെ കേളികൾ വെച്ചാൽ അവിടെ സ്ത്രീകളെന്നാണ്, എനിക്ക് ഇതിനകത്ത് അർത്ഥം ഇല്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്ത്രീകൾ എന്തെങ്കിലും, ഇപ്പോൾ പുരുഷന്മാരങ്ങോട്ട് പോയി നമ്മൾ കേളികൾ സ്ത്രീകൾ എന്ന് ചോദിച്ചാൽ കള്ളം പറയും, പുരുഷന്മാർ നേര് പറയത്തില്ല, അതൊരു കള്ളമല്ലേ. അപ്പോൾ അങ്ങനെ ചില സന്ദർഭങ്ങളിൽ കള്ളം പറയാമെന്നുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട. ഇങ്ങനെ കേളത് പോരും നീ ഒരു പിഴയും ചെയ്യുന്നില്ല. കാരണം തങ്ങളിൽ ചേർന്ന് കേളികൾ ചൊല്ലുമ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ സത്യം പറയത്തില്ല. അങ്ങനെയൊന്നുണ്ടല്ലോ. നാരികളോട്, അതാണ് സ്ത്രീകളോട് കേളികൾ ചൊല്ലുമ്പോഴും നാരികളോട് പിന്നെ വേളിയെ സന്ധിപ്പാനായി, കാരണം സ്ത്രീയും പുരുഷനും സന്ധിപ്പിക്കുക എന്ന് വെച്ചാൽ വിവാഹങ്ങൾ. അപ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോൾ തിരിച്ച് പുരുഷന്മാർ വരുമ്പോൾ എന്ത് ചോദിച്ചാലും ഉറപ്പിച്ചാലും പറയും, ഉറപ്പിച്ചില്ല എന്ന് പറയും. അത് നടക്കുന്നവരെ കള്ളം പറയും. അങ്ങനെയാ, അതൊരു സ്വഭാവം അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് കേളികൾ ചൊല്ലുമ്പോഴും നാരികളോടും പിന്നെ വേളി കല്യാണം, വേളിയെ സന്ധിപ്പിപ്പാനായിക്കൊണ്ട് ചൊല്ലുമ്പോഴും ഈളാതെ വണ്ണം ധനമൊക്കവേ പോകുമ്പോഴും, നമ്മൾ ധനങ്ങളെല്ലാം എവിടെയെങ്കിലും ധനങ്ങൾ കിട്ടാതെ നശിച്ച് പോകുമ്പോഴും ചിലർ കള്ളം പറയും. പിന്നെ ജീവനം തന്നെ പോയിപ്പോമെന്ന് തോന്നിയിടുമ്പോൾ നമ്മുടെ ജീവൻ ഇപ്പോൾ പോകും. അപ്പോൾ ഒരു കള്ളം പറഞ്ഞാൽ ചിലപ്പോൾ ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ ആ ജീവന് വേണ്ടി കള്ളം പറയാറില്ലേ? ഇതാണ് മഹാബലി ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ കള്ളം പറയാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട. പറഞ്ഞത് കൊടുക്കാമെന്ന് സത്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ അത് വിഷമിക്കണ്ട. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ജീവനം തന്നെ പോയിപ്പോമെന്ന്, അതായത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നിയിടുമ്പോഴും ആവതുണ്ട് അസത്യം എന്നുള്ളത് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അസത്യം, ആവതുണ്ട് അസത്യം എന്നുള്ളത് നീ കേട്ടിട്ടില്ലേ? താവകം മനക്കാമ്പിൽ എന്നതോ നിരൂപിച്ചു ഈ വണ്ണം തൂഷ്ണീം ഭാവം തേടാ എന്നെല്ലാം ശുക്രൻ ചൊന്ന വാക്കുകളൊന്നും ആദരിച്ചിടാതെ താൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്ത്, ഇങ്ങനെല്ലാം പല പോംവഴികളെല്ലാം ശുക്രാചാര്യർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇതൊന്നും ആര് ചെവിക്കൊണ്ടില്ല? മഹാബലി ശുക്രാചാര്യനൊക്കെ ഒന്നുമല്ല. മഹാബലി സത്യസന്ധനായ ഒരു നിഷ്കളമായിരിക്കുന്ന ഒരു പരമാത്മാവിന് തുല്യമുള്ള അത്ര നിഷ്കളമായൊരു ശുദ്ധാത്മാവാണ്. ഭഗവാനോട് അത്ര ഭക്തനാണ്. പിന്നെ എങ്ങനെ അത് അങ്ങനെ ആണെങ്കിൽ, ഭഗവാൻ അങ്ങനെ ആണെങ്കിൽ പോലും അത് കൊടുക്കാൻ അത്ര തയ്യാറാണ്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ഭഗവാൻ എന്തും കൊടുക്കാൻ തയ്യാറല്ലേ? അത്ര സ്നേഹമല്ലേ നമുക്ക് ഭഗവാനോട്? നമ്മുടെ മൊത്തവും ഭഗവാൻ എടുത്താലും സന്തോഷം തന്നെയാണ്. അത് തന്നെ മഹാബലിക്ക്, എനിക്കും അത് തന്നെയാണ്. അങ്ങനെ ഒരു മനസ്സുണ്ട്. അപ്പോൾ പിന്നെ അത്രമാത്രം ഭക്തന് എന്താ പേടിക്കേണ്ടത്? ഭഗവാൻ നോക്കിക്കൊള്ളത്തില്ലേ എല്ലാം? ഇവിടെ ഭഗവാനോട് അകമഴിഞ്ഞ ഭക്തിക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇത് ഒരുക്കുന്ന ഉള്ള കാര്യമാണ്.
കാരണം ഈ ത്രിലോകങ്ങൾ മൊത്തവും അദ്ദേഹത്തിൻ്റെ കയ്യിലാകുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാനുള്ള ഭക്തി കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം ഈ ലോകത്തിനെ രക്ഷിക്കാനുള്ള ചുമതല ഏൽക്കുമ്പോൾ ഈശ്വരനുള്ള കടപ്പാട് കുറഞ്ഞു കുറഞ്ഞു വരും, സമയം കിട്ടത്തില്ല. ഇതൊക്കെ പോയെങ്കിലേ ഭഗവാൻ കെട്ടിപ്പിടിക്കണം, ഭഗവാനെ പുണരണം, ഈശ്വരനെ ഉള്ളിലാക്കി നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. അതിന് വേണ്ടിയാണ് ഭഗവാൻ അതെല്ലാം നഷ്ടപ്പെടുത്തുന്നത്. അല്ല, അത് വലിയൊരു ഭക്തനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്ത് വേണം, അതിലങ്ങ് ചിന്തിക്കാതെ അദ്ദേഹം ഇതെല്ലാം ഏറ്റുപിടിച്ചാൽ പിന്നെ എങ്ങനെയാണ്? അതിന് ബുദ്ധിമുട്ടല്ലേ? അത്രയേ ഉള്ളൂ. അതേസമയം സാധാരണ രീതിയിലുള്ള നമ്മളെപ്പോലുള്ള ജീവിതമാണെങ്കിൽ ഒന്നും പോകത്തില്ല, നമുക്കൊന്നും പോകാനില്ലല്ലോ, അല്പാൽപ്പമല്ലേ ഉള്ളൂ. അതിൽ നമുക്ക് ചിന്തയില്ല, മനസ്സില്ലെങ്കിൽ ഭഗവാൻ ഒന്നും കൊണ്ടുപോകത്തില്ല. എല്ലാം നമുക്ക് ഉള്ളതെല്ലാം അവിടെ തന്നെ ഇരിക്കും. നമ്മൾ മരിക്കുവോളം നമുക്ക് ഭഗവാൻ കാത്തുകൊള്ളും. എന്താ, മനസ്സ് ഈശ്വരങ്കലാണെങ്കിൽ മാത്രം. അതുകൊണ്ട് ഒന്നും ഭയക്കണ്ട. എന്തുണ്ടെങ്കിലും നമ്മൾ ഇല്ല എന്നുള്ള മനസ്സേ ആകാവൂ. ഉണ്ടെന്നുള്ള അഹങ്കാരമാണ് നമുക്ക് എല്ലാം പോക്കുന്നത്. ഇവിടെ മഹാബലിക്ക് ഇന്ദ്രൻ്റെ എല്ലാം തട്ടിയെടുത്തു എന്നുള്ളൊരു അഹങ്കാരം അല്പം ഉണ്ട്, ഇത്ര ശുദ്ധനാണെങ്കിലും. അപ്പോൾ അത് ഒന്ന് മാറ്റണം. അത് ഭഗവാന്റെ കടമയാണ്. എന്താ, ഈശ്വരനോട് ചേരണം മഹാബലി, അത്ര ഭക്തനാണ്. അല്പം അഹങ്കാരം ത്രിലോകം പിടിച്ചടക്കിയപ്പോൾ ഉണ്ട്. കാരണം ഒരാളെ അങ്ങനെ പിടിച്ചടക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് വേണ്ടുന്നതാണ് ഭഗവാനോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തൻ തന്നെയാണ് മഹാബലി. മഹാബലിയെ ശുദ്ധനാക്കുകയാണ് ചെയ്യുന്നത് ഈശ്വരൻ. അതാണ് കാരണം. അപ്പോൾ ഇവിടെ ഇതൊന്നും അദ്ദേഹം ആദരിക്കാതെ തന്നെ തന്നിലേ നിരൂപിച്ചു സത്യസങ്കല്പത്താലേ എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും ജഗൽസ്വാമി തന്നുടെ തിരുവുള്ളം എങ്ങനെയെന്നാൽ അതേ വന്നിടൂ, വരുത്താവതല്ല ഒന്നില്ല നമ്മാലേ, നമ്മളാക്കളുടെ ഒരു കാര്യം നടക്കത്തില്ലെന്ന് മഹാബലി പറയുന്നു. ഭഗവാനെ കൊണ്ട് എന്ത് തീരുമാനിക്കുന്നു അങ്ങനെയാണെങ്കിൽ, ശുക്രാചാര്യ പറഞ്ഞ് അങ്ങനെ വാമനാവതാരത്തിൽ വന്ന ഭഗവാനാണെങ്കിൽ ഈശ്വരൻ വിചാരിച്ചതേ നടക്കൂ. അത് ഭക്തനറിയാം, മഹാബലിക്ക് അറിയാം. അതിന് യാതൊരു കാരണവശാലും ആരെന്ത് ചെയ്താലും മാറ്റാൻ പറ്റത്തില്ലെന്ന് ഭക്തന്മാർക്കറിയാം. അത് ഭക്തനായതുകൊണ്ട് മഹാബലിക്ക് അത് അറിയാം. അതുകൊണ്ട് എന്നെയും ജഗത്രയം തന്നെയും ഭവാനെയും തന്നെയും ഉടയതായി നിന്നിടും. ഈ സർവർക്കും ഉടയനായിരിക്കുന്ന ഭഗവാൻ ജഗൽസ്വാമി തന്നോട് തിരുവുള്ളം, അങ്ങനെയുള്ള ഭഗവാന്റെ തിരുവുള്ളം എങ്ങനെയാണ് എന്നാൽ അതേ വന്നിടൂ, വരുത്താവതൊന്നില്ല നമ്മളെ കൊണ്ട് ഒന്നും തന്നെ നടക്കത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒന്നിനും കഴിവില്ല, എല്ലാം ഭഗവാന്റെ കൃപ. ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഭഗവാൻ എന്താണ് തീരുമാനിക്കുന്നത് അത് സംഭവിക്കട്ടെ. ഞാൻ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുന്നു. അതാണ് ഞാനും ചെയ്യുന്നത്. അതാ മക്കളെ പറയുന്നത്. ഞാൻ എല്ലാവരുടെയും കമൻസുകളൊന്നും എൻ്റെ കമൻസ് അല്ല, അത് കണ്ണൻ്റെ കമൻസാണ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ നിയമിച്ചിരിക്കുന്നത്. ഞാനൊരു തൊഴിലാളി, തൊഴിൽ ചെയ്യുന്ന ഭഗവാന്റെ ദാസനായിരുന്നു കൊണ്ട് അതെല്ലാം ഭഗവാന്റെ കടപ്പാട്. മക്കൾക്ക് വേണ്ടി, ഭഗവാന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ആ ഭക്തർക്ക് വേണ്ടി എന്നോടിത് നിയോഗിക്കുന്നു. ഞാനത് ചെയ്യുന്നു. ഒരു തൊഴിലാളി, ഒരു ദാസൻ അല്ലെങ്കിൽ ഒരു ദാസി, നമ്മളെല്ലാവരും അങ്ങനെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. എനിക്കതേ ഉള്ളൂ. അത് ഈ മഹാബലിയും അത് തന്നെയാണ് കാണിക്കുന്നത്. എനിക്കും അത് തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.